മഴ നഗരങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. പെരുമഴയിൽ കൊച്ചി മുങ്ങി. നഗരത്തിൽ വെള്ളക്കെട്ടും ഗതാഗത കുരുക്കും രൂക്ഷമായി. താഴ്ന്നയിടങ്ങളിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി. കാലവർഷത്തിന് മുൻപേ എത്തിയ കനത്ത മഴയിൽ കൊച്ചി നഗരം വെള്ളക്കെട്ടിലായി. ഇടപ്പള്ളി, തൃക്കാക്കര, ഇൻഫോ പാർക്ക് മേഖലകളിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായതോടെ ഗതാഗതം തടസ്സപ്പെട്ടു. തൃക്കാക്കരയിൽ 20ഓളം വീടുകളിൽ വെള്ളം കയറി. ഒരു വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി P&D കോളനി നിവാസികൾക്ക് മുണ്ടൻവേലിയിൽ നൽകിയ ഫ്ളാറ്റുകൾ മഴയിൽ ചോർന്നൊലിച്ചു. ഇതിനു മുമ്പ് റെസിഡൻസ് അസോസിയേഷൻ ഇവരായിട്ട് ടേക്കപ്പ് ചെയ്താണ്, KMRലായിട്ട് ടേക്കപ്പ് ചെയ്താണ്. അത് കലുങ്ക് നേരത്തെ തീർത്ത് അതിൻ്റെ അടിയിലുള്ള കോൺക്രീറ്റും കരിങ്കല്ലും കട്ടകളും എല്ലാം മാറ്റി കളയണമെന്നും അതിൻ്റെ അടിയിൽ പൈപ്പ് ലൈൻ പോയിട്ടുണ്ട്, അത് മാറ്റി സ്ഥാപിക്കണമെന്നും എല്ലാം പറഞ്ഞിരുന്നതാണ്. ഒരു നടപടി ഉണ്ടായില്ല. കാനകൾ വൃത്തിയാക്കാത്തതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു. റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം അതിന്റെ കാര്യമല്ല. നമ്മുടെ കാനകൾ അതിന്റെ വേണ്ട രീതിയിൽ ചെയ്യുന്നില്ല. ആ പ്രവർത്തനം നല്ല രീതിയിൽ ചെയ്യണം. കാനല അഴുക്കുകളൊക്കെ വാരിക്കളയുക, അതൊന്നും ചെയ്യുന്നില്ല. അത് വെള്ളക്കെട്ടിന്റെ മെയിൻ കാര്യം. ജില്ലയിൽ 2 ഇടങ്ങളിൽ ക്യാമ്പുകൾ തുറന്നു. മഴക്കാലപൂർവ്വ ക്രമീകരണങ്ങൾക്ക് യോഗങ്ങൾ ചേരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ തടസ്സമായെന്നും സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്തുന്നുണ്ടെന്നും മന്ത്രി P. രാജീവ്. ക്യാമ്പ് 2 സ്ഥലത്ത് തുറന്നിട്ടുണ്ട്, കളമശ്ശേരി HMT സ്കൂളിലും. പക്ഷെ വലിയ തോതിൽ ആളില്ല, 2 പേരൊക്കെ വന്നിരുന്നത്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവർ തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. കണ്ടമാലി സൗദി പള്ളിക്ക് സമീപവും ഫോർട്ട് കൊച്ചിയിലും വള്ളം മറിഞ്ഞ അപകടത്തിൽപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തൃക്കാക്കര കൈപ്പടമുകളിലും അമ്പലമുകൾ ഏറ്റിക്കരയിലും കാർ വെള്ളത്തിൽ വീണു. ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സിയാദ് റഹ്മാന്റെ വീട്ടിലും ഡോക്ടർ M. ലീലാവതിയുടെ വീട്ടിലും വെള്ളം കയറി. ഡോക്ടർ M. ലീലാവതിയുടെ പുസ്തകശേഖരം വെള്ളത്തിൽ മുങ്ങി. ഫോർട്ട് കൊച്ചിയിലും തോപ്പുംപടിയിലും താഴ്ന്ന മേഖലകളിലും വെള്ളം കയറി. ഫോർട്ട് കൊച്ചിയിൽ KSRTC ബസ് സ്റ്റാൻഡിൽ മരം വീണു. കൊച്ചിയിൽ പെയ്ത കനത്ത മഴ ജനജീവിതത്തെ ആകെ ദുരിതത്തിലാക്കി. വരും ദിവസങ്ങളിലും എറണാകുളം ജില്ലയിൽ മഴ മുന്നറിയിപ്പുണ്ട്. നഗരമേഖലകളിലേക്കടക്കം മഴ കനത്താൽ വീണ്ടും വെള്ളക്കെട്ടുണ്ടാകും. തോപ്പുംപടിയിൽ നിന്ന് ക്യാമറാമാൻ രാഹുൽ VS-നൊപ്പം വിനീത VG 24. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.